ടീച്ചറിന്റെ കുഞ്ഞുമക്കൾക്ക് നമസ്കാരം. പുതിയൊരു കൂട്ടക്ഷരം പഠിക്കാം. ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുക കേട്ടാ. കുറച്ചധികം വാക്കുകളൊക്കെ തരാം. ആ കൂട്ടക്ഷരം വെച്ചിട്ട് ഇന്ന് പഠിക്കാൻ പോകുന്ന കൂട്ടക്ഷരം വെച്ചിട്ട് കുറച്ചധികം വാക്കുകളൊക്കെ നമുക്ക് പഠിക്കാം. അപ്പോൾ ഒട്ടും സമയമില്ല നമുക്ക് കളയാനായിട്ട്. വേഗം ക്ലാസ്സിലേക്ക് വായോ. ഓക്കെ, ഇപ്പൊ ആരും ബുക്കും പേനയും പേപ്പറും പെൻസിലും ഒന്നും എടുക്കണ്ട. ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരുന്നാൽ മതി. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എഴുതി നോക്കാം. ഓക്കെ, ഇന്ന് പഠിക്കാൻ പോകുന്ന കൂട്ടക്ഷരാണ് ന്ത. എന്താണ് ന്ത? പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് കുറച്ച് ഒരേപോലെയൊക്കെ പല കൂട്ടക്ഷരങ്ങൾ മുന്നേ പഠിച്ച കൂട്ടക്ഷരങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കുറച്ച് സാമ്യം തോന്നാം. പക്ഷെ നമ്മൾ വാക്കുകൾ എഴുതുമ്പോൾ നമുക്കത് അതിന്റെ ഡിഫറൻസ് മനസ്സിലാവും. ഓക്കെ, നോക്കാം. ഇതറിയാലോ, ന ദ. കണ്ടാ, ഇത് രണ്ടും കൂടെ കൂട്ടിച്ചേർത്ത് എഴുതാൻ പോവുകയാണ് നമ്മൾ. ഈ രണ്ട് അക്ഷരങ്ങളുടെ കൂട്ടിച്ചേർത്ത് എഴുതാൻ പോവുകയാണ്. അപ്പൊ നമുക്ക് നോക്കാം. ഇതിപ്പോ ന ദ, ഇതിങ്ങനെ ഇടുമ്പോ ന്ത. എന്താണ് ന്ത? ഓക്കെ, ഇതെങ്ങനെയാ കൂട്ടിച്ചേർത്ത് എഴുതുന്നതെന്ന് നോക്കാം. കണ്ട, കിട്ടിയാ? കിട്ടിയാ? നായുടെ പകുതി ദ. കണ്ട, നായുടെ പകുതി എഴുതി ദ. അപ്പൊ ന്ത. നോക്കുക, നായുടെ പകുതി, നായുടെ പകുതിയാണ് നമ്മൾ ആദ്യം എഴുതുള്ളൂ. ശേഷം എന്ത് ചെയ്യണം? ദ എഴുതണം. അപ്പൊ എന്തായി? ന്ത. നമുക്ക് എഴുതിയാലോ? വാക്കുകൾ എഴുതാം. ഓക്കെ, നമ്മൾ വാക്കുകളൊക്കെ ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ വായിക്കുന്നതോ ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ടാവും. പക്ഷെ ഏത് കൂട്ടക്ഷരമാണ് അവിടെ ഉപയോഗിക്കുന്നത് നമുക്ക് അറിയില്ല. പഠിക്കാം. നോക്കുക. വാ ന്ത നം. എന്താ? വന്ദനം. ഓക്കെ, വന്ദനം. നമ്മള് വന്ദനം പറയാ അല്ലെ? ഒരാളുടെ അടുത്ത് നമുക്ക് നമസ്കാരം പറയില്ലേ? അതാണ് വന്ദനം പറയാ. ഓക്കെ, യെസ്. അടുത്തത് ച ന്ത നം. ചന്ദനം. ചന്ദനം തേക്കാറില്ലേ നമ്മൾ ഇവിടെ? അല്ലേ? ചന്ദനം. യെസ്. അടുത്തത് സ. ഇതെന്താ? സൗ ന്ത ര്യ അം. ഇപ്പൊ എന്താ? സൗന്ദര്യം. 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 എന്താണ് സൗന്ദര്യം? ബ്യൂട്ടിഫുൾ അല്ലേ? ബോയ്സ് ആണെങ്കിൽ ഹാൻസം, ഗേൾസ് ആണെങ്കിൽ ബ്യൂട്ടിഫുൾ അല്ലെ? അപ്പൊ എല്ലാവരും സുന്ദരന്മാരും സുന്ദരികളുമാണ് അല്ലെ? ടീച്ചറുടെ മുമ്പിലിരിക്കുന്ന കുട്ടികളൊക്കെ സുന്ദരന്മാരും സുന്ദരികളും അല്ലേ? എല്ലാവർക്കും സൗന്ദര്യമുണ്ട്. ഓക്കെ, അതാണ് സൗന്ദര്യം. ഭൂമിയിലെ ഏത് വസ്തുവിനെ എടുത്താലും ഏത് ജീവിനെ എടുത്താലും അതിന് അതിൻ്റെതായിട്ടുള്ള സൗന്ദര്യം ഉണ്ട്. ഓക്കെ, അടുത്തത് നാലാമത്തത് ആ ന ന്ത അം. ആനന്ദം. ആനന്ദം. എന്താണ് ആനന്ദം? സന്തോഷം അല്ലെ? നമ്മുടെ ഹാപ്പിനെസ്. അതാണ് ആനന്ദം എന്ന് പറയുന്നത്. അടുത്തത് സ ന്ത ശ ന അം. സ ന്ത ശ നം. കൂട്ടി വായിക്കുമ്പോ സന്ദർശനം. എന്താണ് സന്ദർശനം എന്ന് പറഞ്ഞ? വിസിറ്റ് ചെയ്യാം. നമ്മൾ പറയില്ലേ, ഞാൻ അവിടെ പോയി നാളെ ഞാൻ അവിടെ ഒരു വിസിറ്റിന് പോകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ സന്ദർശിക്കാൻ പോകുന്നുണ്ട്. ഓക്കെ, അടുത്തത് സ
ന്ത എ. അപ്പൊ എന്താ? ന്തേ. സന്ദേ ശ അം. സന്ദേശം. സന്ദേശം. എന്താണ് സന്ദേശം? മെസ്സേജ് അല്ലേ? ടീച്ചർ നിങ്ങൾക്ക് ഓരോരോ സന്ദേശങ്ങൾ തരാറില്ലേ ചിലപ്പോ? അല്ലേ? ഓരോ മോറല് പറഞ്ഞിട്ട് ഓരോ സന്ദേശങ്ങൾ തരാറില്ലേ? സന്ദേശങ്ങളായിട്ട് കൂട്ടാം, അത് മോറൽ സ്റ്റോറി ആയിട്ട് കൂട്ടാം, അല്ലേ? ഉപദേശങ്ങളായിട്ട് കൂട്ടാം, അല്ലേ? എങ്ങനെയായാലും സന്ദേശം ഒരു നല്ല കാര്യം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെസ്സേജ്, എന്തെങ്കിലും ഒരു അറിവ് കിട്ടിയ കാര്യം മറ്റുള്ളവർക്ക് കൊടുക്കുക, അതാണ് സന്ദേശം, ഒരു മെസ്സേജ്. ഓക്കെ, അത് നല്ലതാവുമ്പോ മോറൽ മെസ്സേജ് ആയി മാറും. ഓക്കെ, യെസ്. അടുത്തത് നമ്മൾ പഠിക്കുന്ന വേറൊരു ഭാഷയാണ് എന്ത്? ഏത് ഭാഷയാണ്? മലയാളം, ഇംഗ്ലീഷ്, വേറൊരു ഭാഷയാണ് നമ്മൾ പഠിക്കേണ്ടല്ലോ, ഹിന്ദി. അതെങ്ങനെയാണ് എഴുതുന്നത്? കണ്ടാ, ഈ ന്തായാണ് അതിന് ഉപയോഗിക്കുന്നത്. ഹിന്ദി, ഹിന്ദി. കണ്ടാ? അടുത്തത് 8ാമത്തത് ച ന്ദ ന്ദ്ര ഇൻ. എന്താണ്? ചന്ദ്രൻ. എന്താണിത്? ചന്ദ്രൻ. ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ആരാ? മുകളില് സൂര്യനും പിന്നെ ആരാ ഉള്ളത് ആകാശത്ത്? സൂര്യനുണ്ട്, നക്ഷത്രങ്ങളുണ്ട്, പിന്നെ ആരാ? മൂൺ. അല്ലെ? മൂൺ ആണ് ചന്ദ്രൻ. എന്താ? ചന്ദ്രൻ. നമ്മൾ വേറെ നാട്ടിൽ പലർക്കും ആ പേരും കേട്ടിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ശരിക്കും പറയുന്നത് ആരെയാണ്? ചന്ദ്രൻ, മൂൺ. അല്ലെ? യെസ്. അടുത്തത് അടുത്ത വാക്ക് ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം കേട്ടാ. ന ന്ദ ഇ. സാധാരണ രീതിയിൽ ഇത് എങ്ങനെ നിങ്ങൾ വായിക്കുക? ന ന്ദ ഇ. ന്ദ ഇ ന്തി. ന ന്തി, നന്ദി. ഇങ്ങനെയായിരിക്കും നമ്മൾ വായിക്കുന്നത്. പക്ഷെ ഇത് മാത്രം അങ്ങനെ വായിക്കരുത്, അല്ലെ? ഇംഗ്ലീഷിലും അങ്ങനെ ചില വാക്കുകളൊക്കെ വ്യത്യാസങ്ങളുണ്ട്, അല്ലെ? ചില സ്പെല്ലിങ്ങുകളൊക്കെ നമ്മൾ ആദ്യം എഴുതിയാലും എന്താണ്, ആദ്യം എഴുതുന്ന ചില സ്പെല്ലിങ് ചിലപ്പോ സൈലന്റ് ആയിരിക്കും. രണ്ടാമത് എഴുതി തുടങ്ങുന്ന സ്പെല്ലിങ് മുതലായിരിക്കും നമ്മളത് പ്രൊനൗൺസിൽ വരുന്നത്. ഇംഗ്ലീഷിൽ അങ്ങനെ ചില വ്യത്യാസങ്ങളുണ്ട്. അതേപോലെ ഇവിടെയും ആ വ്യത്യാസം നമുക്ക് കാണാം. ഇത്രയും നേരം നമ്മളിത് പഠിച്ചുകൊണ്ടിരുന്നത് എന്താ? ഓക്കെ, വന്ദനം, ചന്ദനം, സൗന്ദര്യം. എന്താ തന്നെയാണ്. എന്താ വന്ദ, ചന്ദനം, സൗന്ദര്യം, ആനന്ദം. ആ ഒരു പ്രൊനൗൺസിയേഷൻ തന്നെയാണ് ഇവിടെ വന്നത്. സന്ദർശനം, സന്ദേശം, ഹിന്ദി, ചന്ദ്രൻ. അല്ലേ? ഇവിടെ നന്ദി എന്ന് വായിക്കരുത്. എന്ത് പറയണം? നന്ദി. എന്താണിത് പറയേണ്ടത്? നന്ദി. ഇവിടെ മാത്രം വരുമ്പോ നമ്മള് വലിയ നന്ദിയുണ്ട് എന്ന് പറയില്ല. എങ്ങനെ പറയുള്ളൂ? നന്ദി. നന്ദി മീൻസ് താങ്ക് യു. ടീച്ചർ പറഞ്ഞിട്ടില്ലേ മുന്നൊരു ക്ലാസ്സില്? നന്ദിയുള്ളവരായിരിക്കണം. എങ്ങനെ? ഏത് കാര്യത്തിലും ഈശ്വരനോട് നന്ദി വേണം, നമ്മുടെ കൂട്ടുകാരോട്, പേരൻസിനോട്, റിലേറ്റീവ്സിനോട്. അല്ലേ? നമ്മളാരും പെട്ടെന്ന് ജനിച്ച ഉടനെ വളർന്നു വലുതായി വന്നതല്ല, അല്ലേ? ഒരുപാട് പേരുടെ സഹായങ്ങളിലൂടെയാണ് നമ്മള്, അല്ലെ? ഒരുപാട് പേര് നമ്മളെ താലോലിച്ചും ഓമനിച്ചൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ഇവിടെ വരെ എത്തിയത്, അല്ലെ? അപ്പൊ നമുക്ക് എന്ത് വേണം? നന്ദി. ശ്രദ്ധിക്കുക, ബാക്കിയെല്ലാം നമ്മള് ഈ അക്ഷരം ന്ത എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷെ ഇവിടെ മാത്രം നമ്മൾ എങ്ങനെ പറയുന്നു? നന്ദി. വ്യത്യാസമുണ്ട് കേട്ടോ, ശ്രദ്ധിക്കണം, മറക്കരുത്. എവിടെയും ചെന്നിട്ട് നന്ദി എന്ന് വായിക്കരുത്. നന്ദി. എന്താണ് നന്ദി? എന്താണ് നന്ദി എന്ന് പറഞ്ഞ? താങ്ക് യു. മനസ്സിലായോ? ഇംഗ്ലീഷില് താങ്ക് യു, ഇത് നന്ദി. എല്ലായിടത്തും ന്തായാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. ഇവിടെ മാത്രം നന്ദി എന്നല്ല, നന്ദി എന്നാണ്. ഓക്കെ, കിട്ടിയോ? യെസ്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഈ എഴുതിയിരിക്കുന്നതും നമ്മൾ ഇന്ന് പഠിച്ചതും
നിങ്ങൾ വായിക്കുന്നതുമായ കാര്യങ്ങളെ കൂടുതൽ ഈ ഒരു കൂട്ടക്ഷരത്തെ അറിയാൻ ശ്രമിക്കുക. വായനയല്ലാതെ വേറൊരു മാർഗവും അതിനില്ല. ടീച്ചർ പറഞ്ഞത് മറക്കണ്ട. 15 മിനിറ്റ്. എത്ര മിനിറ്റ് ആണ്? വെറും 15 മിനിറ്റ് എല്ലാ ദിവസവും മലയാളം വായിക്കാനായിട്ട് മാറ്റിവെക്കുക. എഴുതാനും വായിക്കാനും അക്ഷരങ്ങളെ പരിചയപ്പെടാൻ, അക്ഷരങ്ങള്, വാക്കുകൾ, വാക്യങ്ങളൊക്കെ പരിചയപ്പെടാനായിട്ട് മാറ്റിവെക്കണം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. നന്ദി, ശുഭദിനം.